നിസ്കാരത്തിൽ സൂക്ഷ്മത വേണമെങ്കിൽ ഖുർആനും ഹദീസും നമ്മെ പഠിപ്പിച്ച വഴികൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഖുർആനിൽ അല്ലാഹു പറയുന്നു, വിജയം നേടിയവർ വിശ്വാസികളാണ്, അവർ അവരുടെ നിസ്കാരത്തിൽ ഖുശൂഖോടെ നിൽക്കുന്നവരാണ്. സൂറത്ത് അൽ മുഅ്മിനൂൻ. വിജയം കിട്ടാൻ ആദ്യം പഠിക്കേണ്ട കാര്യം നിസ്കാരത്തിൽ ശരീരത്തോടൊപ്പം ഹൃദയവും അല്ലാഹുവിന്റെ മുമ്പിൽ സമർപ്പിക്കുക എന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, നീ നിസ്കരിക്കുമ്പോൾ അത് നിന്റെ അവസാന നിസ്കാരമാണെന്ന് കരുതി നിസ്കരിക്കൂ. കാരണം ഒരാൾ അവസാന നിസ്കാരമാണെന്ന് കരുതുമ്പോൾ അവന്റെ മനസ്സിൽ ലോകകാര്യങ്ങൾക്ക് സ്ഥലമുണ്ടാകില്ല. നിസ്കാരത്തിന് മുമ്പ് നിസ്കാരത്തിൽ സൂക്ഷ്മത വേണമെങ്കിൽ അതിന്റെ തയ്യാറെടുപ്പ് തന്നെ വലിയ കാര്യമാണ്. ശരിയായ വുദു. വെള്ളം മുഖത്തേക്ക് തളിക്കുന്നത് മാത്രമല്ല, മനസ്സോടെ വുദു ചെയ്യുമ്പോൾ ഹൃദയം ശാന്തമാകുന്നു. പാപങ്ങളിൽ നിന്നും അകലം. ഹലാൽ ഹറാം കാര്യങ്ങളിൽ ശ്രദ്ധിക്കുമ്പോൾ അല്ലാഹുവിന്റെ ഭയം ഹൃദയത്തിൽ വളരും. മസ്ജിദിലേക്ക് നേരത്തെ പോകുക. ബാങ്ക് കഴിഞ്ഞ ഉടനെ നിസ്കാരത്തിന് സജ്ജമാകണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അദാനും ഇഖാമയും ഇടയ്ക്കുള്ള സമയം ദുആ സ്വീകരിക്കപ്പെടുന്ന സമയമാണ്. തിർമിദി. അതിനാൽ നിസ്കാരം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഹൃദയത്തെ ശുദ്ധമാക്കാൻ സമയം ലഭിക്കുന്നു. നിസ്കാരത്തിനിടെ ഇപ്പോൾ ഏറ്റവും പ്രധാനമായ ഭാഗം നിസ്കാരത്തിനിടെ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ. അർത്ഥം മനസ്സിലാക്കുക. നിസ്കാരത്തിലെ സൂറകളും ദുആകളും നമ്മൾ വെറും വായിച്ചുകൂടാ, അതിന്റെ അർത്ഥം മനസ്സിലാക്കി വായിക്കണം. അത് ഹൃദയത്തെ വിറങ്ങലിക്കും. ശരീരം ഹൃദയം ഏകീകരിക്കുക. ശരീരം അല്ലാഹുവിന്റെ മുമ്പിൽ നിൽക്കുമ്പോഴും മനസ്സ് മറ്റെവിടെയോ ഓടരുത്. കണ്ണുകൾ സുജൂദിന്റെ സ്ഥലത്ത്. ചുറ്റും നോക്കുന്നത് സൂക്ഷ്മതയെ കുറയ്ക്കും. താഴേക്ക് നോക്കുമ്പോഴാണ് ഖുശൂഖ് ഹൃദയത്തിൽ വളരുന്നത്. പിന്നെ അവസാന നിസ്കാരമാണെന്ന് കരുതുക. ഇതിനുശേഷം ജീവൻ കിട്ടാതെയാകാം എന്ന ചിന്ത മനസ്സിൽ വന്നാൽ നിസ്കാരം സ്വാഭാവികമായും സൂക്ഷ്മതയോടെ നടക്കും. നിസ്കാരത്തിന് ശേഷം പോലും സൂക്ഷ്മത വളർത്തണം. അദ്കാർ. സലാത്ത് കഴിഞ്ഞുള്ള ദുആകളും സ്തുതികളും ഹൃദയം ജീവനോടെ നിലനിർത്തും. സ്ഥിരമായ പരിശീലനം. ഖുശൂഖ് ഒരു ദിവസം കൊണ്ട് വരുന്നില്ല. അത് പതിയെ പതിയെ പതിവിലൂടെ മാത്രമേ വരികയുള്ളൂ. ഖുർആൻ പതിവാക്കുക. ദിവസവും കുറച്ചെങ്കിലും ഖുർആൻ വായിക്കുന്നവർക്ക് നിസ്കാരത്തിലെ വചനങ്ങൾ ഹൃദയത്തെ സ്പർശിക്കും. അപ്പോൾ സൂക്ഷ്മത എളുപ്പത്തിൽ ലഭിക്കും. സുഹൃത്തെ, നിസ്കാരം ശരീരത്തിന്റെ ചലനമല്ല, ഹൃദയത്തിന്റെ സമർപ്പണമാണ്. ഇതാണ് ഖുർആനും ഹദീസും നമ്മെ പഠിപ്പിക്കുന്ന ഖുശൂഖിന്റെ വഴി. നിസ്കാരത്തെ ഇങ്ങനെ സൂക്ഷ്മതയോടെ തുടരുന്നവരാണ് ഖുർആനിൽ പറഞ്ഞിരിക്കുന്നത് പോലെ വിജയികളാകുന്നവർ. നമ്മളിൽ പലരും ഇന്ന് നിസ്കാരം ഖളാ ആകിയിട്ടില്ലെങ്കിലും നിസ്കാരത്തിൽ ശ്രദ്ധ ലഭിക്കാത്തവരാണ്. നിങ്ങളുടെ സുഹൃത്തുക്കളുടെയും കൂട്ടുകുടുംബങ്ങളുടെയും നിസ്കാരം നന്നാകണ്ടേ? ഈ ഒരു ചെറിയ അറിവ് കാരണം അവരുടെ നിസ്കാരം നന്നായാൽ അതിന്റെ പ്രതിഫലം നിങ്ങൾക്കും ലഭിക്കും. ഇൻഷാ അല്ലാഹ്. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.